Good morning guys. Morning guys. So ഞങ്ങൾ അപ്പോൾ നമ്മൾ ഇവിടെ കിടന്നുറങ്ങി. ഇന്ന് നമ്മൾ രാവിലെ എണീറ്റിപ്പോ ഷാംഗ്ലിയൻ വില്ലേജ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഷാംഗ്ലിയൻ ബീച്ച് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. ഇതാണ് നമ്മൾ താമസിച്ച വീട്. വലിയ അത്ര സുഖമൊന്നുമില്ല വീട്, പക്ഷേ കുഴപ്പമില്ല. അത്യാവശ്യം കിടന്നുറങ്ങി. രാവിലെ എണീക്കുന്നു. നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പൊ നമ്മള് ശാന്തിലാല അല്ല എന്തുവായിരുന്നു അപ്പൊ നമ്മള് ശങ്കി ഒന്നുകൂടെ പറഞ്ഞടാ, പേരെന്താടാ വില്ലേജിന്റെ പേരെന്നാ? അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പം നമ്മളിപ്പോ ഒരു പുരാതനമായ വില്ലേജ് കണ്ടു. ആ വില്ലേജിന് ശേഷം നമ്മളിപ്പോ പോകുന്നത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ സ്ഥലത്തിന്റെ പേര് വീട്ടിലെ ദ നീഡിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയർ ലിഫ്റ്റ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ലൈറ്റ് ഹൗസ്. നാട്ടിലെങ്ങും ഇല്ലാത്തൊരു സാധനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബീച്ച് റിസോർട്ട്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബീച്ചാണ്. നമ്മൾ ഇതുവരെ കാണാത്തതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഏക സാധനം ബീച്ച്. പലതരം ബീച്ചുകൾ. തിരയുള്ള ബീച്ച്, തിരയില്ലാത്ത ബീച്ച്, വെള്ളമുള്ള ബീച്ച്, വെള്ളമില്ലാത്ത ബീച്ച്, കല്ലുള്ളത്, കല്ലില്ലാത്തത്. നമ്മുടെ കൂട്ടത്തിൽ ഉറങ്ങാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയുണ്ട്. ഇവരുടെ രണ്ടിന്റെ ഇടയിൽ കൂടെ കാണാം. തൊപ്പി മാത്രമേ ഇപ്പൊ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുള്ളൂ. കാറിൽ ജാക്കറ്റ് ഇട്ട് ഇരിക്കുന്ന ഏക വ്യക്തി. തണുപ്പ് കാരണം ജാക്കറ്റ് ഇട്ട് പൊതച്ചുകൂടിയാണ് ഇരിക്കുന്നത്. ഇവനെ പോലെ ഒരു കഴിവ് കൂടിയവൻ. കിട്ടിയത് ആർക്കാ വേണ്ടത്? എന്റെ വേണ്ട. ഇവിടെ വണ്ടി എടുക്കാൻ പറ്റുമോ? ഇത് സ്റ്റോറി ഇട്ടോ മറ്റേ ഡീറ്റെയിലൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ നീഡിൽസ് എത്തി. നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. ഇവിടെ ചെയർ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി വഴിയോട്ട് പോവാം. ഓക്കെ. അർവിനെ, നിനക്ക് പേടിയുണ്ടോ? ഒരു പേടിയില്ല, ഞാൻ ഓക്കെയാണ്. ഫുൾ ഓക്കെയാണ്. ഒരു പേടിയില്ല. നമ്മള് കേറുക, ഇറങ്ങുക, ചിൽ മൂഡ്, ബോട്ടിൽ കയറുക. പിന്നെ നീ ഇത്ര നേരം പേടിയുണ്ടെന്ന് പറഞ്ഞ എന്തിനാ? ജോയലാണോ പറഞ്ഞേ? ഒറ്റ വന്നിട്ട് നേരെ പേടിച്ചില്ല. പിന്നെ ഒന്നുകൂടെ പറഞ്ഞേ. ഒറ്റക്കമ്മ വന്നിട്ട് നമ്മള് പേടിച്ചിട്ടില്ല. പിന്നെ ചേർക്കാർ ലിഫ്റ്റ്. ഒറ്റക്കമ്മ സിനിമയല്ലല്ലോ അല്ലേ? കാടും വരെയും കയറുന്ന മക്കളെ നമ്മള്. കാടിന്റെ മകനായി നിക്കുന്നത്. ഒറ്റയ്ക്കാ നീ പോകാൻ പോകുന്നേ? എളുപ്പമല്ല, ഒറ്റയ്ക്കാ വേണ്ടത്. ഉറപ്പാണല്ലോ? ഒറ്റയ്ക്ക് പോക്കോളൂ 100%. വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ക്യാമറ ഓൺ ആക്കുമ്പോ ആശാൻ അഭിനയം തുടങ്ങും. ഈസിയാടാ. നമ്മൾ വിന്റർ വണ്ടർലാൻഡിൽ പോയി കേറിയിട്ടുള്ള വിന്റർ വണ്ടർലാൻഡില്. ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് ചെക്ക് ചെയ്തിട്ടില്ല ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്ന്. ഡയറക്റ്റ് അങ്ങ് എടുക്കുമെന്ന്. ഇത് നല്ല ഹൈറ്റിലാ പോകുന്നത്. താഴെ കൊക്കയോ കടലോ ഏതാണ്ടാ. അപ്പൊ നിനക്ക് പേടിയില്ലല്ലോ? ഫലമായിട്ട് കാണുന്നവർ, ഞാൻ അർവിൻ. എന്റെ വീട് ആലപ്പുഴ ചെങ്ങന്നൂരാണ്. എന്റെ ബോഡി അവിടെ എത്തിക്കണം. പേടിയുണ്ടോ കുട്ട? കരയാറായി അർവിനെ. അതല്ല, വേറൊരു കാര്യമുണ്ട്. പോവാണെ ഇവൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല, കൂടെ ഒന്നും ഞാനല്ല, നീ ഇവനും എല്ലാവരും കാണും.
പൊട്ടിക്കഴിഞ്ഞാൽ ഒരുമിച്ച് എല്ലാം എണ്ണം താഴെ കിടക്കും. അപ്പൊ വീഡിയോ വരത്തില്ല. എന്റെ വീട്ടുകാരോടും ചേച്ചിയോടും എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഐ ലവ് യു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചിയാണ് അവന്റെ മെയിൻ. എന്റെ അളിയനാണ് മെയിൻ. അടുത്ത മാസം നമുക്ക് ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഇതിൽ ഞാൻ ഇതോടെ തീരുവാണെങ്കിൽ ഗൈസ്, എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടമാണ്. എന്തേലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. തംബ്നെയിൽ കിട്ടി. അർവിൻ ഇമോഷണൽ ആയപ്പോൾ അങ്ങനെ അത് ഇത് കരയുന്നു. അർവിനെ കരയാടാ. മറ്റേ മ്യൂസിക് ഇടാം. ഇവന് നീന്തലും അറിയത്തില്ല ഗായ്സ്. മുടി ഉണ്ടായിരുന്നെങ്കിൽ മുടിയിലെങ്കിലും പിടിച്ച് വലിക്കായിരുന്നു. വരി വെട്ടി വന്നവനാണോ ഞാൻ? ഏത് വഴിയാ വെട്ടിയത്? വന്നിട്ട് കടല് വെട്ടി വന്നു. കടലോ? നീന്താ അറിയാ? വന്നിട്ട് എങ്ങനാ നീന്തുന്നേ? നമ്മളിവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കുകയാണ്. ടിക്കറ്റ് ഒരാൾക്ക് സിംഗിൾ ആണെങ്കിൽ 6 പൗണ്ട്, റിട്ടേൺ ഉൾപ്പെടെ ആണെങ്കിൽ 10 പൗണ്ട്. അങ്ങനെയാണ്. ആന്നു ഇതിലേ നിർത്തത്തില്ല കേട്ടോ. അർവിനും ഞാനുമാണ് ഇരിക്കാൻ പോകുന്നത്. അതെ, അർവിനെ നമുക്ക് സേഫ് ആയിട്ട് പോയിട്ട് വരണ്ടേ? നീ ആയതുകൊണ്ട് എനിക്കൊരു പേടി. ഞാൻ ഇല്ലടാ ഇതിന്. അർവിനെ പേടിക്കലടാ. ഇതൊക്കെ വല്ലപ്പോഴും ട്രൈ ചെയ്യാം. മോർണിംഗ്. ഞാനിവനോ? അല്ലല്ല, നീ കണ്ടു നമ്മള് ഗൈസ്. അപ്പൊ നമ്മൾ കേറിയിട്ട് വീഡിയോ ആയിട്ട് വരാവേ. അതൊക്കെയാൻ എന്തോ എടാ ചെറുതായിട്ടൊരു പേടി തോന്നുന്നുണ്ടോന്നൊരു സംശയമില്ലേ? വീണാ പിന്നെ ഒന്നും നോക്കണ്ട, തീർന്നു. ഇതെന്താടാ നമ്മളെ വലിക്കാത്തെ? ഇനി സ്പീഡില്ലല്ലോ. എന്നമ്മേ, നമ്മുടെ പിള്ളേർ മുന്നിലുണ്ട് ഗൈസ്. കാലാട്ടിക്കൊണ്ടൊന്നും ഇരിക്കല്ലേ ആടും കിടന്നത്. ജോയലെ തിരിഞ്ഞു നോക്കിയടാ. ഞങ്ങൾ നേരെ കടലോട്ടാ. പട്ടിയൊക്കെ കുരക്കണ ഗൈസ്. എടാ ഞാൻ മരത്തെ കേറിയടാ. അയ്യോ എടാ കാല് പൊക്കടാ. അയ്യോ അയ്യോ ഇതെന്തുവാടാ ഇത്? മരത്തെ കുടുങ്ങിയടാ ഗൈസ്. അപ്പൊ നമ്മള് അർവിന്റെ കിളിയൊക്കെ പോയിരിക്കണോ ഗൈസ്. അവിടെ നമ്മളെ ഇവിടെ വന്നിട്ട് ബോട്ടിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ബോട്ടിങ്ങിന് പൈസ കൊടുക്കാൻ നമ്മൾ തോന്നുന്നു. അറിയില്ല, നമ്മളാണ് പക്ഷെ ആദ്യം കയറിയത്. ചിലപ്പോ താഴേന്നും ഉണ്ടാവൂടാ. അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല നമുക്ക്. ഇറങ്ങി വരുവാ, റിട്ടേൺ അല്ലേ. അപ്പോ നമ്മള് താഴെ എത്താറായി. അഡ്വഞ്ചറാണ്, പക്ഷെ കുഴപ്പമില്ല, രസമാണ്. ഈ വൃത്തികെട്ടവൻ പേടിയാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മണ്ടയിലിരുന്നിട്ട് ഇത് ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബോട്ട് ട്രിപ്സ്, ആ ബോട്ട് ട്രിപ്സിന്റെ ഇവിടെ ചെയ്യാം. ബോട്ടിൽ പേ ചെയ്താൽ മതി കേട്ടോ. ബോട്ടിൽ പേ ചെയ്താൽ മതി. അങ്ങനെയല്ല ഞാനും പറഞ്ഞു. ഇളക്കാനൊന്നും ഇല്ല, അത് പൊക്കിയാൽ മതി. ഇപ്പൊ പൊങ്കത്തില്ല, ആ കാല് മാറ്റണം അവിടെ മണ്ട ആദ്യം. ഇപ്പൊ ഒന്നും ചെയ്യണ്ട. സോറി, കണ്ട പറഞ്ഞില്ല, അടങ്ങിയിരിക്കടാ. Okay, head for the exit. Watch your phone, mate. I don't want to break it. Yeah. And stand up, please, and away you go. Thank you. ആ റോട്ടിൽ അങ്ങോട്ട് പോകാം. എടുത്തോണ്ടിരിക്കുക. താങ്ക് യു. അപ്പൊ നമ്മൾ അഡ്വഞ്ചർ ബോട്ടിൽ കയറാൻ പോവാ. അഡ്വഞ്ചർ ബോട്ട്. നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് ഗൈസ്. നല്ല തെറിയുണ്ട്, നല്ല രസമായിരുന്നു. അടിച്ചടിച്ചു പോവാ. നല്ല തെറിയോ?
Up onto the step here, mate. Black patch down to the bottom of the leaf. Straight into the sea. യെസ് മേറ്റ് ഗൈസ് നമ്മളിരുന്നു. നമ്മളാണ് അതെ നമ്മളാണ് ഓടിക്കുന്നത്. കോ പൈലറ്റ് പൈലറ്റ്. പയ്യല്ലേ പോകുന്നേ, ഇനിയല്ലേ ഇങ്ങനെ ഇങ്ങനെ ചാടാൻ പോണത്. നീ ചരിക്കും. നമ്മള് നീഡിൽസിലെത്തിയിരിക്കുന്നു ഗായ്സ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പോൾ ഇതിൻ്റെ അടുത്തൂടെ ഒക്കെ പോവായിരിക്കും. നിന്ന് ഫോട്ടോ എടുക്കാതിരിക്കും, എണീറ്റ് അടിക്കും. അവൻ പന്ത് കളിക്കും. ചുമ്മാ പറഞ്ഞു. അപ്പൊ ഈ ലൈറ്റ് ഹൗസ് കാണാനാണ് നമ്മൾ ഇവിടം വരെ വന്നത്. ശരിയാ, ചിലപ്പോ പണ്ട് ഇവിടൊക്കെ കരയായിരുന്നായിരിക്കോടാ. ആയിരിക്കോടാ, അതിന്റെ ബാക്കിയായിരിക്കും. അത് പൊളിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും. അവിടൊക്കെ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഇതുണ്ടോ ഇവിടെ ഇന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഇന്ന് വെള്ളം അകത്തിരിക്കും. നമ്മള് തിരിച്ചെത്തിയിരിക്കുകയാണ്. It was a wonderful experience. We got the worth of 20 pounds. Yeah. Do you think that? The worth of 20 pounds. You see the white needles, the waves, everything. It's good. We got a good captain there. I don't know what his name. But His name is Jackson. Captain Jackson. He's a good man. 1, 2, 3, 4, 5. He's very friendly. He's very friendly. So good. He He's telling sit down. Give me a friend joy. He give us time to take some മലയാളത്തിൽ photos പറയടാ. and everything. He's a good man. നമ്മുടെ ബ്രോ, നമ്മുടെ ഗഡി അവിടെ ഉണ്ട്. Our guide is looking. Yeah. നമ്മള് കരക്കെടുത്തു. Yeah, it's a work. Good. യെസ്. താങ്ക് യു. നമ്മളിനി കര തൊടാൻ പോകുന്നു. Nice day, bro. നമ്മള് ഈ ഇടിഞ്ഞു വീഴുന്ന പോലെ ഇരിക്കുന്ന മലയിലൂടെ നമ്മളിങ്ങനെ മന്ദം മന്ദം നോക്കൂ. ഇതെല്ലാം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴെ വീണ് എല്ലാ ദിവസവും ഇടിഞ്ഞു. കാലും ഇതും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. അവസാനത്തെ തൂണ് ഇവിടാണ്. നമ്മൾ ജീവനോട് എത്തിയെന്ന് പറയാം. ഇവിടെ കഴിഞ്ഞാൽ എത്തി. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതെ ഗായ്സ്, ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട് ഗായ്സ്. പേടിക്കാനൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും തെളിവുണ്ട്. ആടുന്നുണ്ട്. ആടുന്നുണ്ട്.
ഗൈസ് നാളെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇത് കയറാൻ. ക്യാമറയൊക്കെ വിറക്കണം. സോ ഗൈസ് നമ്മളങ്ങനെ നമ്മൾ സേഫ് ആയി. കാല് രണ്ടും ആ ചവിട്ടുപടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് പൊങ്ങിക്കോളും. ഇത് വലിയ സേഫ്റ്റി ഒന്നും ഇല്ല, നമ്മൾ സേഫ്റ്റി നോക്കണം, അത്രേ ഉള്ളൂ. സേഫ്റ്റി ഇല്ലാന്നല്ല, സാധനം അടിപൊളിയാ, അത് അങ്ങനെയൊന്നും പോകത്തില്ലായിരിക്കും. Just mind your heads, please. Off to your right hand side. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. ഇനി വണ്ടി എടുത്ത് നേരെ വിടുക. ഇവിടെ മെക്ഡിയും KFC ഒന്നും കാണുന്നില്ല. ഫുഡ് കഴിക്കാനായിട്ട് ഇവിടുത്തെ വല്ല നോർമൽ റെസ്റ്റോറൻറ്റ്സിലും കയറേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളിനി ഫെറി എടുത്ത് തിരിച്ചു പോയിട്ട് റെസ്റ്റോറൻറ്റ്സ് തപ്പണം. വണ്ടി ആകെ ചെളിയായിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ പോണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു കട കണ്ടുപിടിച്ച് ഇവിടെ ഐലോവയിൽ ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്ന ഷോപ്പിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ നമ്മളിവിടെ വന്നപ്പോൾ ഇന്നലെ ഇത് ക്ലോസ്ഡ് ആയിരുന്നു. ഇന്നപ്പോൾ വന്നപ്പോൾ ഇവിടെ ഒരു മലയാളി ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇപ്പോഴും ക്ലോസ്ഡ് ആണ്, അവർ നമുക്ക് ഇപ്പോൾ തന്നെ ഫുഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കിപ്പോൾ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി അത് ഇഷ്ടപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഫ്രഷായിട്ട് ലൈവായിട്ട് ഞാൻ ഷോപ്പൊന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നേ. അതുകൊണ്ട് നമ്മളിവിടെ വന്നു. ചേട്ടൻ നമുക്ക് വേണ്ടി പോകണ്ട, നിങ്ങൾ വിശന്നിരിക്കുകയല്ലേ, ഫുഡിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ അകത്ത് കയറ്റി. നല്ല കടയാണ്, നിങ്ങൾ എല്ലാം പോയിട്ട് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വന്ന് കഴിക്കണം. ടേക്ക് അവേ ആണ്. നമ്മൾ മലയാളികൾക്ക് ഒത്തിരി തിരക്കില്ലെങ്കിൽ ഇരുന്ന് കഴിച്ചോളാൻ പറയും, കുഴപ്പമൊന്നുമില്ല. നല്ല ഇവിടെ കുറച്ച് ചെയർസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ മെനു ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല ഹണ്ട് ചെയ്ത് പിടിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നാട്ടിൽ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഐൽ ഓഫ് വൈയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. പാലക്കാടൻ മട്ടേരി അച്ചാറ്, കാര്യങ്ങൾ, മീറ്റ് മസാല എല്ലാം ഉണ്ട് ഇവിടെ. മീൻ മസാല അപ്പോൾ നമുക്ക് അതൊക്കെ കാണിച്ചു. അപ്പോൾ പപ്പടമുണ്ട്, നമ്മുടെ സ്വന്തം പപ്പടം. UK ഐൽ ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞ ഐലൻഡിലാണ് ഇതുള്ളത്. അപ്പം ഐൽ ഓഫ് വൈറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരിക, ഫുഡ് കഴിക്കുക. ഓക്കെ, നമുക്ക് ഫുഡ് വരുമ്പോൾ ഫുഡുമായിട്ട് കാണാം. ഗൈസ്, നമുക്ക് ചിക്കൻ ബിരിയാണി കിട്ടി. ജോലി ചിക്കൻ ബിരിയാണി തട്ടി തുടങ്ങി. നമുക്ക് ബീഫ് ഫ്രൈ കിട്ടി, ബീഫ് ബിരിയാണി കിട്ടി. ഇതേ നിലത്തിരുന്നാൾ തുടങ്ങി. ഗായത്രി ആക്രാന്തം മുത്ത് സാലഡെല്ലാം എടുത്ത് തട്ടുന്നു. മതി മതി, നിർത്ത്. അതിനെ തീർക്കരുത്, എനിക്കൊന്നും ആയിട്ടില്ല. ഈ ബീഫ് ഒരു രക്ഷയില്ല. നാട്ടിലെ ബീഫ് കഴിക്കണം, അതേ ടേസ്റ്റ്. നാട്ടിലേക്കാൾ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ സംഭവം അടിപൊളി. അതെനിക്ക് ബീഫാണോ ചിക്കനാണോ? ലണ്ടനിൽ വരുന്നോ? നമ്മളപ്പോൾ ബാക്കി വന്ന ഫുഡൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. സെബിനെ ഇവിടെ ഒരു മലയാളിക്കാൾ കണ്ടുപിടിക്കാൻ പറ്റും. പാട് പൊന്നി കണ്ടുപിടിച്ചങ്ങണ്ട് കൊള്ളാം. നല്ല ഫുഡ്. 5 ദിവസത്തെ KFC ആശ്വാസം. 240 വിങ്സ് ആയാനേ ഇപ്പം. ഫുഡ് എങ്ങനെ? ബ്ലാക്ക് പെപ്പർ. ബിരിയാണി, ഞങ്ങൾ ബിരിയാണി, മാൻ ഫ്രൈ, അറിവിന്റെ വയറ് കണ്ടില്ലേ? ഇത് എല്ലാം കഴിച്ചു. ഇവിടെ അതിലെ പോയിട്ട് വരുവാണെങ്കിൽ ഇവിടെ മസ്റ്റായിട്ട് കയറണം, ഫുഡ് കഴിക്കണം. ഞാൻ ലണ്ടനിലാണ്, ഞാൻ ലണ്ടനിലെ എല്ലാ കടയിലും കഴിക്കാറുള്ളതാണ്. ഇവിടെ വന്ന് കഴിക്കുമ്പോൾ മാനിന്റെ ഇറച്ചി ഒന്നും പറയില്ല. ഇവിടെ വരണം, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ട്രിപ്പിൽ വരുവാണെങ്കിൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം. ആ ചേട്ടൻ്റെ പേര് ചേട്ടൻ വിളിച്ചാൽ മതി. പിന്നെ ഇവിടെ ലൊക്കേഷൻ ഒരു ചെറിയൊരു ലൊക്കേഷൻ നോക്കി കണ്ടു വന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല.
ലൊക്കേഷന്റെ കാര്യമൊക്കെ ഇപ്പോൾ ഉടനെ ക്ലിയർ ആവും. ബാക്കിയെല്ലാം സെറ്റാ. വരിക, കഴിക്കുക, പോവാ. ബൈ 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 ബൈ. എവിടെ ഇരുമ്പു? ഗായ്സ്, അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. തിന്ന് 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 വയററിയാണ്ട് തിന്ന് വയറ് വീർത്ത് പൊട്ടാറായിരിക്കാണ് ഗായ്സ്. നല്ല പച്ച നിറമുള്ള വെള്ളം. അപ്പൊ ഗായ്സ്, നമ്മുടെ ട്രിപ്പിന്റെ ഓൾമോസ്റ്റ് എൻഡ് ആയിരിക്കുന്നു. അപ്പൊ ഇവരെ രണ്ടിനെ ഇവിടെ തട്ടി. ഇനി നമ്മൾ തിരിച്ചു പോവാ. ഓക്കെ, ബൈ. മുഖത്തുണ്ടാ വിഷമം. അപ്പൊ ശരി, ബൈ ബൈ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജോയലിനെ നമ്മൾ ഇടയ്ക്ക് റോഡിൽ ഇറക്കി വിട്ടു. ഇവരെ രണ്ടുപേരെ ഞാൻ ഇവിടെ ഇറക്കി വിടുകയാണ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ്, എൻ്റെ വീഡിയോകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഫ് പോസിബിൾ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. താങ്ക് യു. ബൈ.